ടൈം ബുക്കിംഗ് നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. Then payroll department. Payroll department is responsible for making payment of wages or salary to each employee. It maintains all the functions related to the wages and salaries of employees. നമ്മൾ നേരത്തെ കുറേ പല ടൈപ്പ് വേജസിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ലേബർ എലമെൻസുകൾ പറഞ്ഞു. അതായത് പിന്നെ ബേസിക് വേജസ്, ബോണസ്, ഡിയർനെസ് അലവൻസ്, അതുപോലെ തന്നെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ പറഞ്ഞു. പിന്നെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, പ്രൊവിഡൻറ്റ് ഫണ്ട്, സ്റ്റേറ്റ് ഇൻഷുറൻസിലേക്കുള്ള അങ്ങനെ പല തരത്തിലുള്ള വേജസ് ആണ് അല്ലെങ്കിൽ പേയ്മെൻറ്റുകളാണ് ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ട സാലറിയിൽ ഇൻക്ലൂഡഡ് ആകുന്നത്. അപ്പോൾ ഈ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ മെത്തേഡിലാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവർക്ക് പേയ്മെൻറ്റിൽ ഇത് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ ദ ലേബർ കോസ്റ്റ് വിത്ത് ദ ടൈം റെക്കോർഡ്സ്, ജോബ് കാർഡ്സ്, ലേബർ കോസ്റ്റ് ഓഫ് വേരിയസ് ജോബ്സ്, വർക്ക് ഓർഡേഴ്സ് എക്സെട്ര. നമ്മൾ ടൈം വേജ് സിസ്റ്റം ആയാലും പീസ് റേറ്റ് സിസ്റ്റം ആയാലും രണ്ടിലും വ്യത്യാസമുണ്ട്. ഒന്ന് ടൈമിനനുസരിച്ചിട്ടാണ്, മറ്റു പീസിനനുസരിച്ചിട്ടാണ്. അപ്പോൾ എത്ര പീസ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ എത്ര ടൈം വർക്ക് ചെയ്തു അതൊക്കെ പ്രോപ്പറായിട്ട് കൗണ്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പെർ ഹവറിന് എത്ര റുപ്പീസാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രോപ്പർ ലേബർ കോസ്റ്റ് കൺട്രോൾ. Then what is the importance of labor cost control? It leads to significant reduction in cost of production by minimizing labor cost per unit of production. നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ലേബർ. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അധികം കൂടാതെ മിനിമൈസ് ചെയ്യണമെങ്കിൽ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ലേബർ കോസ്റ്റ് കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ടു കൺട്രോൾ ഐഡിൽ ടൈം, ഓവർ ടൈം, ലേബർ ടേൺ ഓവർ. ഐഡിൽ ടൈമും ഓവർ ടൈമും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഐഡിൽ ടൈമിനെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഓവർ ടൈം നമ്മൾ മാക്സിമം ഓവർ ടൈം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വരും ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അതായത് മാനേജേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ സപ്പോസ് നമുക്ക് അത്ര അധികം പേയ്മെൻറ്റ് കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഓവർ ടൈം മാക്സിമം ഒഴിവാക്കുകയാണ് നല്ലത്. എന്നാൽ എംപ്ലോയീസിനെ സംബന്ധിച്ച് ഓവർ ടൈം നല്ലതാണ്. ഇതേപോലെ തന്നെ ഐഡിൽ ടൈം എന്ന് പറയുന്നത് എംപ്ലോയീസിനെ സംബന്ധിച്ച് നല്ലതാണ്, പക്ഷേ എംപ്ലോയേഴ്സിനെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. അപ്പോൾ പിന്നെ അതുപോലെ ലേബർ ടേൺ ഓവർ, എംപ്ലോയീസിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ദിവസം കൂടുന്തോറും എംപ്ലോയീസ് ടേൺ ഓവർ റേറ്റ് കുറവാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വർക്കിംഗ് എൻവയോൺമെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് ആയിരിക്കാം. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വേജസ് കാരണമുള്ള റീസൺ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ ലേബർ കോസ്റ്റ് കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നു. ടു ഇൻക്രീസ് ലേബർ പ്രൊഡക്ടിവിറ്റി ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ. ടു യൂസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആസ് എ ബേസിസ് ഫോർ absorption of overhead if percentage of direct labor cost to overhead is to be used as a method of absorption of overhead. ഈ നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്നുള്ളത് ഓവർഹെഡ് ചാപ്റ്ററിൽ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും അതിനെക്കുറിച്ച് നമ്മൾ പണ്ട് ഒരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓവർഹെഡിനെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് കോസ്റ്റിങ്ങിൽ ആ ചാപ്റ്ററിൽ എങ്ങനെയാണ് പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ബേസിസ് ഓഫ് ഓവർഹെഡിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ്, അതായത് ഡയറക്റ്റ് വേജസിനെ ബേസ് ചെയ്തുകൊണ്ട് ഫാക്ടറി ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഫാക്ടറി കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, വർക്ക് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താവശ്യമാണ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമാണ്. സോ അതിന് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ദെൻ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് സ്കിൽഡ് ലേബർ. നമ്മൾ രണ്ട് തരത്തിലുള്ള ലേബർ ഉണ്ടായിരിക്കും, സ്കിൽഡ് ഉണ്ടായിരിക്കും, അൺസ്കിൽഡ് ലേബർ ഉണ്ടായിരിക്കും. സ്കിൽഡ് ലേബറിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അൺസ്കിൽഡ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ആളുകളെ വെച്ചിട്ട് നമുക്ക് ചെയ്യിക്കാം, അതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും ആവശ്യമില്ല. പക്ഷേ സ്കിൽഡ് ലേബർ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു അസറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്കിൽഡ് ലേബറിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ദെൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് the product, which in turn leads to productivity, profitability and prosperity of the firm. These are the importance of labor cost control. Then നേരത്തെ നമ്മൾ പറഞ്ഞ 2 പോയിൻറ്റ്സ്, ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ടൈം കീപ്പിംഗ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ടൈം ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എൻ എംപ്ലോയി.
Timekeeping, it helps the preparation of payrolls in the case of time paid workers. അതായത് ടൈം വേജ് വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ടൈം വേജ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ടൈം കീപ്പിംഗ് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പേ റോൾസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള വേജസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആവശ്യമാണ്. മീറ്റിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, എൻഷുറിംഗ് ഡിസിപ്ലിൻ ഇൻ അറ്റൻഡൻസ്, കാൽക്കുലേറ്റ് ഓവർ ടൈം, ഫോർ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ വെൻ ഓവർഹെഡ്സ് ആർ അബ്സോർബ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ലേബർ ഹവേഴ്സ്. അത് നമ്മൾ ഓവർഹെഡിൻ്റെ ചാപ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓവർഹെഡിനെ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ ഹവേഴ്സ് നമുക്ക് അത്യാവശ്യമാണ്. ദെൻ കൺട്രോൾ ലേബർ കോസ്റ്റ്, ഇൻട്രൊഡ്യൂസ് ഇൻസെൻറ്റീവ് പ്ലാൻസ് ഓഫ് വേജ് പേയ്മെൻറ്റ്. നമ്മൾ നോർമൽ വേജസ് കൂടാതെ ഇൻസെൻറ്റീവ് വേജസും കൂടെ കൊടുക്കും. അപ്പോൾ ആ ഇൻസെൻറ്റീവ് വേജസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടൈം വേണം. എത്ര ടൈമാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്, എത്ര ടൈമിനാണ് അവർ അറൈവ് ചെയ്തിട്ടുള്ളത്, എപ്പോഴാണ് അവർ പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. സോ ടൈം കീപ്പിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള 2 മെത്തേഡ്സാണ് മാനുവൽ മെത്തേഡ്സ് ആൻഡ് മെക്കാനിക്കൽ മെത്തേഡ്സ്. മാനുവൽ മെത്തേഡ്സിൽ നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു മെത്തേഡാണ് അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡ് ഓർ ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ്. ഇതിൽ അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡിൽ നമ്മളുടെ ഇപ്പോൾ കോളേജിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെത്തേഡ്, അതായത് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു എംപ്ലോയി എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ആ അറ്റൻഡൻസ് രജിസ്റ്ററിൽ അവരുടെ പേരിൻ്റെ നേരെ സൈൻ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ടൈമിൻ്റെ, ഇപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 9:30 ആവുന്ന സമയത്താണ് നമുക്ക് 9:30 വരെ നമുക്ക് രജിസ്റ്റർ അവിടെ ഉണ്ടാവുള്ളൂ. 9:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ നേരെ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് എത്തും. അപ്പോൾ 9:30 ശേഷമാണ് നമ്മൾ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് പോകണം. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എപ്പോഴാണ് ലേറ്റ് കമർ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവർക്ക് അതിനനുസരിച്ചിട്ട് അത് എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എഴുതി വെക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എത്രത്തോളം ലേറ്റ് ആവുന്നുണ്ട് ഓരോ ദിവസവും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെത്തേഡ്, ഒരു ഓൾഡസ്റ്റ് മെത്തേഡാണ്. നമ്മൾ ഒരുവിധ എല്ലാ സ്ഥാപനങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ് എന്ന് പറയുന്നത്, അണ്ടർ ദിസ് മെത്തേഡ് സെപ്പറേറ്റ് മെറ്റൽ ഡിസ്ക് ഈസ് അലോട്ടഡ് ടു ഈച്ച് വർക്കർ. ദ മെറ്റൽ ഡിസ്ക് ബിയേഴ്സ് ദ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് എൻ എംപ്ലോയി. This metal disc or token are placed on the hooks of the board, kept either at the factory gate off or at the department entrance. അതായത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫാക്ടറിയിലൊക്കെ അവിടെ ഇതുണ്ടായിരിക്കും, എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ മെറ്റൽ ഡിസ്ക്, അവരുടെ പേര് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ നമ്പർ എഴുതിയിട്ടുള്ള മെറ്റൽ ഡിസ്ക് ഉണ്ടായിരിക്കും. ആ ഡിസ്ക് എന്താ പറയുക, ഫാക്ടറിൻ്റെ മുന്നിലുള്ള ഗേറ്റിൻ്റെ ഒന്നുകിൽ ഗേറ്റിൻ്റെ മുന്നിലായിട്ട് ഉള്ള ഒരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഓരോ എംപ്ലോയി വരുമ്പോഴും അവരുടെ ആ ഏതാണോ നമ്പർ അതിനനുസരിച്ചുള്ള ആ കാർഡ് എടുക്കുക. എന്നിട്ട് അവിടെ ഒരു സർഫേസിൽ, അതായത് അവർ തന്നിട്ടുള്ള ഒരു ബോക്സിലോ അല്ലെങ്കിൽ ട്രേയിലോ ആ കാർഡ് ഇടുക. അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലേറ്റായിട്ട് വരുന്നവരുടെ ആണെന്നുണ്ടെങ്കിൽ അവരുടേത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. ആ ഡിസ്ക് അല്ലെങ്കിൽ ടോക്കണ് ആ ബോർഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലേറ്റ് കമേഴ്സിനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിന് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം ഇത് നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ എംപ്ലോയീസ് നമ്മളിപ്പോൾ അവർ വന്നിട്ടില്ലെങ്കിൽ പോലും അവരുടെ നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിലിടാൻ പറ്റും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡീമെറിറ്റ്സ് ആണ്. പക്ഷേ ഈ ഫാക്ടറിയിലൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് വളരെയധികം കൂടുതൽ എംപ്ലോയീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പിന്നെ അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള, അപ്പോൾ എഴുത്തും വായനയൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രജിസ്റ്ററിൽ സൈൻ ചെയ്യുക, അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഈ ഓക്കെ, അപ്പോൾ ഇതാണ് 2 മാനുവൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദെൻ മെക്കാനിക്കൽ മെത്തേഡ്സിൽ വരുന്ന 3 മെത്തേഡുകൾ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്, ഡയൽ ടൈം റെക്കോർഡർ, കീ റെക്കോർഡർ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പഴയ സിസ്റ്റം പ്രകാരം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള മെക്കാനിക്കൽ മെത്തേഡ്സൊക്കെ പഞ്ചിങ് മെഷീനൊക്കെയാണ്. അതൊന്നും നമ്മളുടെ ബുക്കുകളിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പക്ഷേ നമ്മളുടെ സിലബസ് പ്രകാരമാണല്ലോ നമ്മൾ പഠിക്കണതും പഠിപ്പിക്കണതും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നിന്നുണ്ടായിരുന്ന മെക്കാനിക്കൽ മെത്തേഡ്സാണ് ഫോറിനേഴ്സൊക്കെ ഫോളോ ചെയ്തിരുന്നത്. ഇപ്പോഴൊക്കെ അതിലും കുറച്ചും കൂടെ മോഡേണൈസ് ആയിട്ടുണ്ട്. അതൊന്നും നമ്മളുടെ ബുക്കിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ പറഞ്ഞിട്ടുള്ളത് പറയാം. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു ക്ലോക്ക്, അതായത് ഒരു മെഷീൻ ഉണ്ടായിരിക്കും. ഓരോ പിന്നെ ആളുകൾ എൻട്രി ചെയ്യുന്ന സമയത്തും പിന്നെ ഔട്ടായി പോകുന്ന സമയത്തും അതിൽ നിന്ന് പോകുന്ന സമയത്തും ടൈം റെക്കോർഡിംഗ് ക്ലോക്കിൽ എന്ത് ചെയ്യണം, എൻട്രി ചെയ്യണം. അല്ലെങ്കിൽ ഓൺ ദ അറൈവൽ ദ വർക്കർ ടേക്ക് ഹിസ് കാർഡ് ഫ്രം ദ ബോക്സ് ആൻഡ് പ്ലേസസ് ദ ക്ലോക്ക് അറ്റ് ദ റൈറ്റ് പ്ലേസ്. അതായത് ഓരോരുത്തർക്കും ഓരോ കാർഡ് ഉണ്ടായിരിക്കും, ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരിക്കും. ആ കാർഡ് എടുത്തുകൊണ്ട് അവർ ടൈം റെക്കോർഡിംഗ് ക്ലോക്കിൽ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അതിൽ പ്രോപ്പറായിട്ടുള്ള ടൈം അതിൽ റെക്കോർഡ് ചെയ്തും ഓട്ടോമാറ്റിക്കലി അത് റെക്കോർഡ് ചെയ്യും, ഏത് ടൈമിനാണ് അവർ എൻട്രി ചെയ്തിട്ടുള്ളത്. ഇനി തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യാൻ പറ്റും, ആ കാർഡ് നമുക്ക് അതിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഔട്ട് ടൈം എപ്പോഴാണെന്നുള്ളത് അതിൽ എൻട്രി ചെയ്യുന്നു. അതാണ് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെയുള്ള ഒരു മെഷീനാണ് ഡയൽ ടൈം റെക്കോർഡർ എന്ന് പറയുന്നത്. ഡയൽ ടൈം റെക്കോർഡറിൽ പറയുന്നത് ഡയൽ, നമ്മൾ പണ്ടത്തെ ടെലിഫോണിൻ്റെ മോഡലിൽ കുറേ ഹോളുകളുള്ള ഒരു ഡയൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ഉണ്ടായിരിക്കും. ആ മെഷീനിൽ പിന്നെ ഇവർ ഇതേപോലെ അതിൽ ആ മെഷീൻ്റെ തൊട്ട് സൈഡിലൊരു ഹാൻഡിൽ ഉണ്ടായിരിക്കും. ആ ഹാൻഡിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ട്, അതായത് ക്ലോക്കിൽ ഒരു ക്ലോക്ക് പോലെ തന്നെയാണ് അതിന് ഫുള്ളായിട്ട് ഡയൽ പിന്നെ റിവോൾവ് ചെയ്യുക. റിവോൾവ് ചെയ്തിട്ട് ഓരോ ഹോളുകളും ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെ നമ്പറുകളാണ്, അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിൻ്റെ നമ്പറുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺസേൺഡ് നമ്പറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പ്രസ് ചെയ്യുക. അപ്പം ഇതാണ് ഡയൽ ടൈം റെക്കോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഡയൽ ടൈം മറ്റേതിനെ അപേക്ഷിച്ചൊരു വ്യത്യാസമുള്ള എന്താ വെച്ചാൽ ഒരു ക്ലോക്ക് ഫേസ് പോലെ തന്നെ ഉള്ളതാണ്, പക്ഷേ അതിൽ സെവറൽ ഹോൾസ് ആണുള്ളത്. വർക്കേഴ്സിന് ഓരോ നമ്പറുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഹോളുകളും ഓരോ വർക്കേഴ്സിൻ്റെ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മെഷീൻ്റെ അടുത്തുള്ള ഒരു ഹാൻഡിൽ പിന്നെ റിവോൾവ് ചെയ്തുകൊണ്ട് അത് പിന്നെ കറക്കുക. അത് കറക്കിയിട്ട് എവിടെയാണോ നമ്മളെ നമ്പർ ഇരിക്കുന്ന ആ നമ്പറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോളിൽ പിന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൽ എപ്പോഴാണ് ടൈം എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നു. അതാണ് ഡയൽ ടൈം റെക്കോർഡർ. ദെൻ കീ റെക്കോർഡർ. കീ റെക്കോർഡർ എന്ന് പറയുന്നത് ഇതിന് പകരമായിട്ട് എന്താണ് ഉണ്ടാവുക, ഓരോ കീ ആയിരിക്കും ഉണ്ടായിരിക്കും. ഓരോ എംപ്ലോയീസിനും ഓരോ കീസ് ഉണ്ടായിരിക്കും. ആ ഓരോ കീയിലും ഓരോ ടിക്കറ്റ് നമ്പർ ഉണ്ടായിരിക്കും, അതായത് എംപ്ലോയീൻ്റെ നമ്പർ ഉണ്ടായിരിക്കും. ഒരു എംപ്ലോയി ഫാക്ടറിയിലേക്ക് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ കീ പർട്ടിക്കുലർ ഹോളിൽ, അതായത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഹോളുകൾ ഉണ്ടായിരിക്കും, ആ ഹോളിൽ എൻട്രി ചെയ്യുക, എന്നിട്ട് ടേൺ ചെയ്യുക. അപ്പം അവരുടെ നമ്പർ, ടിക്കറ്റ് നമ്പറും ടിക്കറ്റ് നമ്പർ അതേപോലെ ടൈമും ഒക്കെ ഓട്ടോമാറ്റിക്കലി ആ പേപ്പറിൽ, ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് മാനുവൽ മെത്തേഡും മെക്കാനിക്കൽ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, മാനുവൽ മെത്തേഡിൽ നമ്മൾ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് രണ്ടാണെന്നുണ്ടെങ്കിലും മാനുവലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എംപ്ലോയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ റെക്കോർഡിൽ കറക്റ്റ് ടൈം നമുക്കതിൽ കിട്ടും. അതായത് കറക്റ്റ് ടൈമിൽ എപ്പോഴാണ് അവർ വന്നിട്ടുള്ളത്, ഇപ്പോൾ പഞ്ചിങ് മെഷീൻ പോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് ആയാലും ഡയൽ ടൈം റെക്കോർഡർ ആയാലും കീ റെക്കോർഡർ ആയാലും. അറ്റൻഡൻസ് രജിസ്റ്ററിലും ടിസ്കോ ടോക്കൺ മെത്തേഡിലാണെന്നുണ്ടെങ്കിലും ലേറ്റ് ആയോ അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ വന്നോ എന്നുള്ള കാര്യം മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ ഓർഗനൈസേഷൻ, അത് അവർ ഡിസൈഡ് ചെയ്യും. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. ദെൻ ടൈം ബുക്കിംഗ്. Time booking is the recording of time spent by the worker on different jobs or work orders carried out by him during his period of attendance in the factory. So ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ടൈം ബുക്കിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ടു എൻഷുവർ ദാറ്റ് ദ ടൈം സ്പെൻഡ് ബൈ എ വർക്കർ ഇൻ എ ഫാക്ടറി ഈസ് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ജോബ്സ് ഓർ വർക്ക് ഓർഡേഴ്സ്. ഫാക്ടറിയിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിലും അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര സമയം വർക്കിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മളുടെ കോളേജിലാണെന്നുണ്ടെങ്കിലും എൻട്രി ചെയ്തിട്ടുണ്ട്, കോളേജിൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നമ്മൾ സൈൻ ചെയ്തു, പോരുന്ന സമയത്തും സൈൻ ചെയ്തു. പക്ഷേ നമ്മൾ കോളേജിലുള്ള സമയത്ത് എത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ സംവിധാനം ഉണ്ടായിരിക്കും. കാരണം അതിപ്പോൾ നമ്മളുടെ കോളേജിൻ്റെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. എൻട്രി ചെയ്യണതും ഔട്ട് ചെയ്യണതും നമ്മൾ വേറൊരു രജിസ്റ്ററിൽ എൻട്രി ചെയ്യുന്നു. എന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഹവറിലും ഓരോ ടീച്ചേഴ്സ് ഏതൊക്കെ ക്ലാസ്സിൽ പോയി എന്നുള്ളത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ബുക്കുണ്ട്. അപ്പോൾ ആ ബുക്കിൽ പ്രോപ്പറായിട്ട് എഴുതുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഓരോ ടീച്ചേഴ്സ് എത്ര ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. എത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നത്. To ascertain and control the labor cost of each job,
ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ദ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എക്സ്പെൻസസ്. നമ്മൾ ഓവർഹെഡിൽ പഠിക്കും. ഓവർഹെഡ് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഡയറക്റ്റ്ലി നമുക്ക് ഏത് ജോബുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസസിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ ഓരോന്നിലേക്ക് എങ്ങനെ അലോട്ട് ചെയ്യാം എന്നുള്ളത് ബേസ്ഡ് ഓൺ ഹവേഴ്സ് സ്പെൻഡ് ഫോർ ഈച്ച് ജോബ് അതായിരിക്കാം ഉപയോഗിക്കുക. അപ്പോൾ അതിന് നമുക്ക് ഇത് ഉപയോഗിക്കും. ദെൻ ടു കമ്പയർ ദ ലേബർ കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ്, to know the times taken to complete a particular job so that bonus can be paid as per the incentive schemes. നമ്മൾ ഇൻസെൻറ്റീവ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ എത്ര എക്സ്ട്രാ ടൈം എടുത്തു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 10 അവർ കൊണ്ട് വർക്ക് ചെയ്യേണ്ട ഒരു വർക്ക് നമ്മൾ 8 അവർ കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 2 അവർ നമ്മൾ എന്താണ് സേവ് ചെയ്തു. അപ്പോൾ അത്രയും ടൈം നമ്മൾ മെഷീനറി യൂസ് ചെയ്യുന്നത് സേവ് ചെയ്തു. സോ അതൊക്കെ നമുക്ക് എന്തായിട്ട് കിട്ടും, ബോണസായിട്ട് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം എൻ്റർ ചെയ്യണതും ഔട്ട് ആയി പോണതും സമയം മാത്രം റെക്കോർഡ് ചെയ്താൽ പോരാ, എത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളതും അറിയണം. Then to know the efficiency of workers, it is necessary to make the comparison of actual time taken with the time allowed for completing a particular task. Then to ascertain the idle time so as to control it. Then time keeping time booking തമ്മിലുള്ള ഡിഫറൻസ്. ടൈം കീപ്പിംഗ് റെക്കോർഡ്സ് ദ അറ്റൻഡൻസ് ടൈം ഓഫ് വർക്കേഴ്സ്, എന്നാൽ ടൈം ബുക്കിംഗ് റെക്കോർഡ് ദ വർക്ക് ടൈം ഓഫ് വർക്കേഴ്സ്. Then time keeping records the time spent by the workers in the factory. Time booking records the time spent by the workers on various jobs. മറ്റേത് ഫാക്ടറിയിൽ എത്ര സമയം സ്പെൻഡ് ചെയ്തു, മറ്റേത് ഓരോ ജോബിൽ എത്ര സമയം സ്പെൻഡ് ചെയ്തു. Time keeping is the first step in the time recording, മറ്റേത് second step. Then the purpose of timekeeping is to enable the preparation of payroll. Then purpose is to ascertain the labor cost. നമ്മളുടെ പേറോൾ പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ടൈം കീപ്പിംഗ് അത്യാവശ്യമാണ്. എന്നാൽ നമുക്ക് ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം ബുക്കിംഗ് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ ടൈം ഓഫ് കീപ്പിംഗ്, ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ ടൈം കീപ്പിംഗ് ഓഫീസ്. മറ്റേതിൽ ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മൾ പറഞ്ഞു, കോളേജിൻ്റെ കേസ് തന്നെ പറഞ്ഞപ്പോൾ ഓഫീസിലാണ് നമ്മൾ രജിസ്റ്റർ സൈൻ ചെയ്യുക. എന്നാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ടൈം ബുക്കിംഗിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ബുക്കുകൾ ഉണ്ടായിരിക്കാം. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ദെൻ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗ്? ഇനി ടൈം ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മെത്തേഡ്സുകളാണ് യൂസ് ചെയ്യുന്നത്? ടൈം ബുക്കിങ്ങിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സാണ് ഡെയിലി ടൈം ഷീറ്റ്സ്, വീക്ക്ലി ടൈം ഷീറ്റ്സ് ആൻഡ് ജോബ് ടിക്കറ്റ്സ് ഓർ ജോബ് കാർഡ്സ്. അതിൽ ഡെയിലി ടൈം ഷീറ്റ്സ് എന്ന് പറയുന്നത് ദിസ് ആർ ഗിവൺ ടു ഈച്ച് വർക്കർ വെർ ഹി റെക്കോർഡ്സ് ദ ടൈം സ്പെൻഡ് ബൈ ഹിം ഓൺ ഈച്ച് ജോബ് ഓർ വർക്ക് ഓർഡർ. അതായത് ഓരോ വർക്കേഴ്സിനും കൊടുക്കും, എന്നിട്ട് അവരെത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് അതിൽ അവരോട് എഴുതാൻ വേണ്ടി പറയും. ഓരോ ഡേയിലും എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നു. വീക്ക്ലി ടൈം ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം പർട്ടിക്കുലേഴ്സ് ഫോർ ദ വീക്ക് ആൻഡ് ഹെൻസ് 1 കാർഡ് ഈസ് റിക്വയർഡ് ഫോർ എ ജോബ്. അതായത് ഓരോ വീക്ക്ലി ടൈം ഷീറ്റിൽ ഓരോ ആഴ്ചയിൽ എത്ര സമയം അവർ വർക്ക് ചെയ്തു എന്നുള്ളത് എൻ്റർ ചെയ്യുന്നതാണ് വീക്ക്ലി ടൈം ഷീറ്റ്. സോ ഈ വീക്ക്ലി ടൈം ഷീറ്റും ഇതേപോലെ എംപ്ലോയീസിനാണ് കൊടുക്കുന്നത്, അവരാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ടൈം ഷീറ്റിൽ ഓരോ ദിവസത്തേക്കും ഓരോ ടൈം ഷീറ്റ് വേണം. പക്ഷേ വീക്ക്ലി ടൈം ഷീറ്റിലാണെങ്കിൽ ഒരു വീക്കിലേക്ക് ഒരു ടൈം ഷീറ്റ് മതി, അതിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ റെക്കോർഡ് ചെയ്യും. ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ളതാണ് ജോബ് ടിക്കറ്റ്സ് അല്ലെങ്കിൽ ജോബ് കാർഡ് എന്ന് പറയുന്നത്. ദീസ് ആർ യൂസ്ഡ് ടു കീപ്പ് എ ക്ലോസ് വാച്ച് ഓൺ ദ ടൈം സ്പെൻഡ് ബൈ ദ വർക്കർ ഓൺ ഈച്ച് ജോബ് സോ ദാറ്റ് ദ ലേബർ കോസ്റ്റ് ഓഫ് ജോബ് മേ ബി കൺവീനിയൻ്റ്ലി അസർട്ടൈൻഡ്. അതായത് ഓരോ ജോബിനും ഓരോ കാർഡാണ് ഉണ്ടായിരിക്കുക. ആ കാർഡിൽ ഓരോ എംപ്ലോയീസും എത്ര വർക്ക് ചെയ്തു എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ എൻ്റർ ചെയ്യും. അപ്പോൾ ജോബ് കാർഡ് എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീസിനും സെപ്പറേറ്റ് ആയിട്ട് ജോബ് കാർഡ് ഉണ്ടാവില്ല, മറിച്ച് ഓരോ ജോബിനും ഒരു ജോബ് കാർഡ് ഉണ്ടായിരിക്കും. ആ ജോബ് കാർഡിൽ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ജോലീൻ്റെ പ്രത്യേകതകൾ, സ്റ്റാർട്ടിംഗ് ടൈം, എൻഡിങ് ടൈം, ഡീറ്റെയിൽസ് ഓഫ് വർക്ക് ഡൺ ഒക്കെ ഉണ്ടായിരിക്കും. അതിൽ ഓരോ എംപ്ലോയീസിൻ്റെ പേരും അവരുടെ ഡീറ്റെയിൽസും അവരെത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളത് കാര്യങ്ങളും സിഗ്നേച്ചറും ഒക്കെ ഇടുക. അതായത് ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയീസിനല്ല അവിടെ ഉള്ളത്, ഇൻഡിവിജ്വൽ ജോബിനും സെപ്പറേറ്റ് ജോബ് കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റമാണ് ജോബ് ടിക്കറ്റ്സ് അല്ലെങ്കിൽ ജോബ് കാർഡ് എന്ന് പറയുന്നത്. സോ ഈ 3 മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ജോബ് കാർഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഈ 3 ഏറ്റവും ഒന്നുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് ജോബ് കാർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ: ഇറ്റ് ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ്, ഈസി